ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഒറ്റയടിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അത്രയും വൃത്തികെട്ടവന്മാരാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു നല്ല മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള ഒരു 10 കമൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമുക്കത് റിയാക്ഷൻ ആദ്യം തന്നെ വീഡിയോ എന്താന്ന് പറയാം. ആ പാട്ട് ഞാനല്ല ഉണ്ടാക്കിയാണ്. കണ്ടപ്പോൾ ഒരു ഇത് തോന്നി ചെയ്യാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ചെയ്തതാണ്. ഞങ്ങൾ 2Kകളാണ് ഫുണ്ടകളല്ല, അങ്ങനത്തെ ഒരു സോങ് ഞാൻ ചുമ്മാ എടുത്ത് ചെയ്തു. അത് കണ്ടപ്പോഴത്തേക്കും 90s അങ്ങോട്ട് കുരുപൊട്ടിയിട്ട് യമ്മാരങ്ങോട്ട് അയച്ചു, തെറിയായിട്ടും മത്തായിട്ടും. അതിൽ ഒത്തിരി കമൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു 80K മേലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി കമൻറ്റ്സ് വരുമല്ലോ. ഒരു 600 കമൻറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് ഒത്തിരി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു 10 കമൻറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ കമൻറ്റ് വായിക്കാം കേട്ടോ. ഇതിൽ സാലി പറഞ്ഞിട്ടോ ഒരുത്തൻ അയച്ചിട്ടുണ്ട്. ഒരുത്തനാണോ ഒരുത്തിയാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം പ്രൈവറ്റ് അക്കൗണ്ടാണ്. കാരണം ഇങ്ങനത്തെ ഉള്ള കമൻസൊക്കെ വരിക മാക്സിമം പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നാണല്ലോ. ഇവന്മാർക്കൊക്കെ ചൊറിയ. നീ വേഗം ഒരു തള്ള വൈബ് ആവാൻ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നു സഹവും, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കൂട്ടം കൊണ്ടത്? ഞാൻ ഓൾറെഡി ഒരു തള്ളയാണ്, അതായത് 2 കൊച്ചുങ്ങളുടെ തള്ളയാണ്. ഇനിയിപ്പോൾ ഞാൻ തള്ള വൈഭാവാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ദൈവം തരും, അത്ര തന്നെ. നിന്നോടൊക്കെ പിന്നെ എന്ത് പറയാനോ? ഒരാളൊരു വീഡിയോ ചെയ്തു വെച്ചിട്ട് അത് അവരെ പറ്റിയിട്ട് മുഴുവൻ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ അവരെ പറ്റിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. അവരെന്താ ഏതാണെന്ന് അറിയാതെ പെട്ടെന്ന് അവർ ആ വീഡിയോ കണ്ടു നിങ്ങളിങ്ങനെ സഡൻ എന്നുള്ള ഒരു മാതിരി കമൻറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷേ കാണുന്ന ആൾക്ക് അത് എത്രമാത്രം ഫീൽ ചെയ്യുന്നു നിങ്ങൾക്കറിയില്ല. അടുത്തതൊരു ജേക്കബ് ബാബു അയച്ചിട്ടുണ്ട്. ഇവൻ്റെ ഫേസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പോൾ വല്ല ബംഗാളിയാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വായിക്കാം. തന്തയ്ക്ക് പിറന്നാൽ തന്ത വൈബ് ഉണ്ടാവും. പിന്നെ നീ ഏതിൻ്റെ വിത്താണ് ഡി? 8K 9K യുടെ വിത്ത് തന്നെ അല്ലേടി എന്ന് അവൻ്റെ കമൻ്റാണത്. ഞാൻ തന്തയ്ക്ക് പിറന്നത് തന്നെയാണ്. കാരണം ഈ ലോകത്തെ എല്ലാവരും തന്തയ്ക്ക് തന്നെയാണ് പിറക്കുന്നത്. കാരണം തന്തല്ലാതെ ആർക്കും പിറക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പം നീ ഉണ്ടാവണമെങ്കിലും ഞാൻ ഉണ്ടാവണമെന്നൊക്കെ ഒരു ആണിൻ്റെ സാമീപ്യം വേണം. അപ്പം ഞാൻ തന്തയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. പിന്നെ 8K 9K, ഞാൻ ഈ 8Kയുടെ അല്ല 9Kയുടെ അല്ല. ഓക്കെ, ഞാനൊരു മനുഷ്യൻ്റെ വിത്താണ്. നീ എത്രയും അറിഞ്ഞാൽ പോരെ, അല്ലാതെ ചെലകേണ്ട. സത്യമാണ് ഇവന്മാർക്ക് ഇങ്ങനെയൊന്നും അല്ല മറുപടി കൊടുക്കേണ്ടത്. നല്ല ചുട്ട മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ മറുപടി കൊടുക്കാം. വിഷ്ണു 88 ചന്ദ്ര അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വായിക്കുന്നതിൽ കുറച്ച് ഇതുണ്ട്, എന്നാലും ഞാൻ വായിക്കാം. എന്നിട്ട് ഈ പുണ്ടച്ചിയുടെ വീഡിയോ കാണണം. ഫുൾ 90s സോങ്സ്. നിൻ്റെ 2K ഒന്നും ഒത്തുവെച്ച് തന്നില്ലേ കൊണയ്ക്കാന്ന്. എൻ്റെ പൊന്നു മോനെ, ഇതിലൊക്കെയാണ് എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്നിട്ട് എന്താ ഇപ്പം ഇറക്കുന്ന വീഡിയോസും സോങ്സൊന്നും നിങ്ങൾ കാണുന്നില്ലേ? 2K ആണ് 9K ആണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്കിപ്പോൾ എന്തെങ്കിലും പറ്റി ആക്സിഡൻറ്റ് വല്ലതുമായി, അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്കിപ്പോൾ ഒരു 2K കൊച്ചാണ് ബ്ലഡ് തരാൻ വന്നെന്ന് വിചാരിക്കും. അപ്പം നീ പറയുമോ, അയ്യോ എനിക്ക് 90s ബ്ലഡ് മതി, എനിക്ക് 2Ksൻ്റെ ബ്ലഡേ വേണ്ടാന്ന് നീ പറയുമോ? ആ സമയത്ത് പറയില്ല. കാരണം അപ്പം നിനക്ക് ആവശ്യം ബ്ലഡാണ്. അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. എല്ലാവരും മനുഷ്യന്മാരാണ്. 2K 8K 9K അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ വീഡിയോ ചെയ്തത് ജസ്റ്റ് ഒരു ഫണ്ണിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ആദ്യം അതൊന്ന് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ഇങ്ങനെ വന്ന് ഉണക്കുക. ഓക്കെ, അപ്പം വിഷ്ണുക്കുട്ടനായി വയറ് നിറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വൃത്തിയിട്ട് കമൻറ്റ് വന്ന ഇവൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. പേര് സിജോ കുഞ്ഞു എന്നാണ് കേട്ടോ. അപ്പോൾ ഇവൻ ചെയ്തേക്കുന്നത്, അതേടി നീയൊക്കെ ഉണ്ടാക്കാൻ വരുന്ന കാര്യം ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾ നിൻ്റെ പ്രായമുള്ള ഒരുപാട് തുള്ളികൾ കളഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ചിലവർക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇവൻ ഇത് തന്നെയാണ് പണി. ഒരുപാട് തുള്ളികൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ജോലിയാണ് തോന്നുന്നു. എന്തു തുള്ളിയാണോ കൂട്ടാ? മഴത്തുള്ളിയാണോ? നീ പറഞ്ഞതിൻ്റെ ബാക്കി എന്തിനാണ് നിൻ്റെ തള്ളയോളി ആയ തന്തയോട് പറയുന്നേ? നിന്നോട് പറയേണ്ടത് നിന്നോട് തന്നെ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്.
സിജോ, നിന്നോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയൊക്കെ കടന്നിങ്ങനെ കൊണന്ന് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോടാ? മറ്റുള്ളവരുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരുമാതിരി വൃത്തികെട്ട കമൻറ്റ് ചെയ്യാനല്ലാതെ നിനക്കൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് വീഡിയോ ചെയ്യണം, അതിനൊക്കെ നിനക്ക് എന്താണ് ഇങ്ങനെ കടന്ന് കിഴക്കുന്നത്? മനസ്സിലായോ? ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ചെയ്യാം, അതിന് നിനക്കൊക്കെ എന്താണ്? മാതിരി വൃത്തികെട്ട കമൻറ്റൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഹോബിയാവും, പക്ഷെ അത് കാണുന്നവർക്ക് അത്ര വലിയ രസമല്ല. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാടി നീ ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നിങ്ങളൊക്കെ പേടിച്ചിട്ട് ഞാനെന്തിനാ എൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാതിരിക്കുന്നു? അപ്പോൾ നിന്നെപ്പോലുള്ളവരാണോ എൻ്റെ തന്തയും തള്ളയൊക്കെ? അല്ലല്ലോ. അല്ലെങ്കിൽ നിന്നെപ്പോലെയുള്ളവരാണോ എനിക്ക് ചിലവിന് തരുന്നത്? അല്ല. അപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ചെയ്യണതിന് നിനക്കൊക്കെ ഇങ്ങനെ കടന്ന് കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്, എന്നാൽ പോലും ഞാൻ പറയാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിൽ കുറച്ച് പേര് എന്തായാലും ഒരു നല്ലവനും ചീത്ത ആൾക്കാരും കാണും, അതെനിക്കറിയാം. പക്ഷേ ഈ ഇമാതിരി വൃത്തികെട്ട, അതായത് ഉൾക്കൊള്ളാൻ പറ്റും ഒരു പെൺകുട്ടികളോട് പറയുന്ന ഒരുമാതിരി വൃത്തികെട്ട കമൻസ് കാണുമ്പോഴാണ്, നിങ്ങൾക്ക് അമ്മയും പെങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേ? അതോ തള്ളല്ലാതെ ഒരിക്കലും ഒരാൾ ജനിക്കില്ലല്ലോ. ഇനി കൂടുതൽ നിന്നോടൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ കൺട്രോൾ പോവും, ഞാൻ വേറെ വല്ലതും വിളിച്ച് പറയും. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇനി വേറെ ഒരു മഹാവൃത്തികെട്ടവൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് വായിക്കുന്നതിൽ എനിക്ക് ഭയങ്കര മടിയുണ്ട്, പക്ഷെ ഞാൻ കൂടെ കൊടുത്തേക്കാം. എന്തവൻ്റെ പേര് ഇസർ ജാസ്റ്റിനോ അങ്ങനെ എന്തോ ഒരു പേരായിട്ടാട്ടോ. അപ്പം ഇതെന്തും മയില് പാണ്ടി കരിമ്പാറ, ബാക്കി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മോളെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ നിൻ്റെ തന്ത ഉണ്ടാവോ, ഇല്ലെങ്കിൽ ഞാനുണ്ടെന്ന്. അപ്പം ഇവനാണ് എൻ്റെ തന്ത കേട്ടോ, ഇവൻ എൻ്റെ തന്തയാണ്. എൻ്റെ തന്ത ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി, പക്ഷേ പെട്ടെന്നൊരു പൊട്ടി മുളച്ച തന്ത ഇല്ലാത്ത എൻ്റെ തന്തയാണ് ഇവ കേട്ടോ. അപ്പം ഇവന് സ്വന്തമായിട്ടൊരു തന്തയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കടന്നിട്ട് കുണച്ച കമൻ്റ് ഇടുന്നത്. അവൻ്റെ നിലപാട് അത്രയ്ക്കേ ഉള്ളൂ. ഇമാതിരി വൃത്തികെട്ട കമൻറ്റ് ചെയ്യുന്നവൻ്റെ അണ്ണാക്കിലൊക്കെ നല്ല ഗുണ്ടിട്ട് പൊട്ടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത്രയും വൃത്തികെട്ടവന്മാരാണ് ഇവന്മാരുടെയൊക്കെ ചിന്താഗതി. വേറെ ലെവലാണ്. അത്രയും മനസ്സിലാക്കി. ഇതൊക്കെ പറയുന്നത് ഈ 90s 2K 80 അതൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യന്മാരല്ലേടോ, മനുഷ്യന്മാരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കും. ഈ കമൻറ്റ് ചെയ്യാൻ ഇന്ന് നീ ഉണ്ടാവും, ചിലപ്പോൾ നാളെ നീ ഉണ്ടായിന്ന് വരില്ല, അതേപോലെ നാളെ ഞാൻ ഉണ്ടായിന്നും വരില്ല. നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ മനുഷ്യന്മാരാണ്, ജനിച്ച മരണം എന്തായാലും ഉണ്ട്. അത് ആലോചിച്ച് ജീവിച്ചാൽ നല്ല. അപ്പോൾ ഉള്ള കാലം ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ ആരെയും മനസ്സ് വിഷമിപ്പിക്കാതെ മാക്സിമം ശ്രമിച്ച് ജീവിച്ചാൽ അത്രയും നല്ലത്. അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. കാരണം സത്യം പറഞ്ഞാൽ ഇങ്ങനെ കമൻറ്റ് വായിക്കുമ്പോൾ സങ്കടമുണ്ട് ഗൈസ്. ഇനി ഇതിനും കാട്ടിലും കൂടുതൽ വരും എന്നൊക്കെ എനിക്കറിയാം. നമ്മൾ മാക്സിമം ഇതാക്കും. ഓക്കെ, അപ്പോൾ ഒരു നസീറ പറഞ്ഞിട്ടൊരു പെൺകൊച്ചാട്ടോ പിന്നെ കമൻറ്റ് ചെയ്താണ്. അവൾ പറഞ്ഞിട്ടുണ്ട്, ഇത് തള്ള വൈബല്ലേ, 2K ആണെന്ന് തോന്നുന്നില്ല എന്ന്. നിങ്ങൾ ഈ 2K ആണെന്ന് എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ഇത് തള്ള വൈബ്. അതെ, ഞാനൊരു തള്ളയാണ്, ഞാനൊരു അമ്മയാണ്, 2 പിള്ളേരുടെ അമ്മയാണ്. പക്ഷെ ഞാനൊരു 2K ആണ്. അത് നിങ്ങൾക്ക് പറഞ്ഞ വിശ്വാസമാവില്ല. കാരണം എന്താ, നമ്മളത്ര വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു അമ്മയാണ്, അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ശരീര പ്രകൃതി മാറ്റങ്ങളെല്ലാം വരും. അപ്പോൾ ഒരുപാട് ഏജായിട്ടും തോന്നിക്കും. ഇപ്പം എന്നെ കണ്ട ഒരു 10-22 വയസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? ഇല്ല. കാരണം എന്നെ കണ്ട ഒരു 10-28 വയസ്സ് അല്ലെങ്കിൽ അതിന് മേലെ വയസ്സ് തോന്നുന്നവരും ഉണ്ടാവും. കാരണം അത് അവരുടെ ശരീര പ്രകൃതമാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഒരിക്കലും വിലയിരുത്തരുത് കേട്ടോ. ഞാനിപ്പോൾ അതായത് 2-3 മാസം കഴിഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്യും, എൻ്റെ തടിയൊക്കെ കമ്മിയാക്കും. അപ്പോൾ നിങ്ങൾ പറയും, എന്തു പറയും, അയ്യോ 2 പിള്ളേരുടെ അമ്മയാണോ? കണ്ടാൽ പറയില്ല കേട്ടോ, പഠിക്കുന്ന കൊച്ചാന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണയ്ക്കാനും കുറേ ആൾക്കാർ വരും. ഒരുപാട് തടിയുള്ളവരെ വിലയിരുത്താനും തടി ഇല്ലാത്തവരെ വിലയിരുത്താനും ഒക്കെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരോട് പറയണ ഒന്നേ ഉള്ളൂ, പ്രായത്തിലും ഇതിലൊന്നുമല്ല കാര്യം, പക്വതയിലാണ് കാര്യം. മറ്റുള്ളവരായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനാണ് കാര്യം. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് വർത്തമാനം പറയാൻ വരും. ഇത് വിഷ്ണു ചന്ദ്ര അയച്ചിട്ടുണ്ട്. 90s കിഡ്സിൻ്റെ ആ പഴയ പേടി പോലെ 2012 അങ്ങ് ലോകം അവസാനിച്ചാൽ മതിയായിരുന്നു. അതിന് മാത്രമുള്ള അപരാധം പിടിച്ച വീഡിയോ ഒന്നല്ലടാ ഞാൻ ചെയ്തിട്ടുള്ളത്. ലോകം അവസാനിക്കുക, ലോകം അവസാനിക്കണമെങ്കിൽ ലോകം അവസാനിക്കും, നീ അവസാനിക്കുകയാണെങ്കിൽ നീ അവസാനിക്കും, അത്രയേ ഉള്ളൂ കാര്യം. ആ വക പേടിയൊന്നും നമുക്കില്ല. ഓക്കെ, അടുത്ത സുധി പാറപ്പുറ അയച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് അഡിക്റ്റായ തായോളി വർഗ്ഗങ്ങളാണ്.
നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും അതിലേക്ക് വലിച്ചഴിക്കുന്നത്? എല്ലാവരും അങ്ങനെ തന്നെ ആവുമോ? അങ്ങനെ അഡിക്റ്റായി ആൾക്കാരുണ്ടാവും. ഓക്കെ, ഈ അഡിക്റ്റ് ആക്കുന്നത് ആരാ? ഈ ഒരുപാട് പ്രായമുള്ള കിളവന്മാരെന്നല്ലേ ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് ഇത് വെച്ച് നീട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അവരത് അഡിക്റ്റ് ആവുക പറഞ്ഞാൽ അവരത് ഒന്ന് കഴിക്കും ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും അത് ചിലപ്പോൾ വേണമെന്നുള്ള ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വലിയ വലിയ ആളുകൾ തന്നെയാണ് ഈ ചെറിയ ചെറിയ പിള്ളേരെ നാശത്തിലേക്ക് വഴി തള്ളുന്നത്. ആദ്യം അത് മനസ്സിലാക്കുക. എന്നിട്ട് അവരെ കടന്നിങ്ങനെ കുണച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത്രയും അവർക്ക് അങ്ങനെ നാശമാണെന്ന് അവർക്കൊരു ചിന്തയും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അവർ അതിലോട്ട് ഒരുപാട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് പോലും അവരെ ഒന്ന് പിടിച്ച് അടക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഇതിലൊക്കെ. അല്ലാതെ ഇത് 90 ആണ്, 2K അങ്ങനെയാണ്, 8K അങ്ങനെ. എന്തിനാണിത്? മനുഷ്യനാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി കേട്ടോ. സുധി പാറപ്പുറം, നീ ഒരു ചിലപ്പം ഇതിൻ്റെയൊക്കെ അഡിക്റ്റ് ആയ ആളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ കുഴപ്പമില്ല. ഒരു രൂപേഷ് അയച്ചിട്ടുണ്ട്. അവൻ അയച്ചത് പോടി അവിടെ എഴുതി കാണിച്ചു തരാം. ഇവിടെ കൊടുക്കും ഞാൻ. എനിക്കിതിൽ കടന്ന് പച്ചയ്ക്ക് തെറി പറയാൻ പറ്റില്ല. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലാണ്. അത് നല്ല അടിപൊളിയായി വൃത്തിക്കും വെടുപ്പിനും കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അവനോട് എനിക്ക് പറയാനുള്ളത് തിരിച്ചും അതേപോലത്തെ മറുപടി തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പോടാ, അതൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ രൂപേഷ് എന്നല്ല, അവൻ്റെ പേര് ശരിക്കും ഇങ്ങനെ ആക്കണം. അതാണ് നല്ലത്. നിന്നോടൊക്കെ എന്താടാ പറയുക? നീയൊക്കെ നിൻ്റെ തള്ളയോട് ചെന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയൊക്കെ കേട്ടോ. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കുണയ്ക്കാൻ നിൽക്കണ്ട. വേറെ ഇറ്റ്സ് മീ അക്കു അയച്ചിട്ടുണ്ട്. പുള്ളി വേറെ ഏതോ ഗ്രഹത്തിലുള്ള ഒരു അന്യഗ്രഹ ജീവിയാണ്. ഇതൊക്കെ ഏത് യൂണിവേഴ്സിലുള്ള ഫുണ്ടയാണ്? അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല മാർവൽ യൂണിവേഴ്സിലുള്ള ഫുണ്ടയാണെന്ന് ഞാൻ അയച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ ഞാൻ എന്താ വ്യമാരോടൊക്കെ പറയുക? നമ്മളൊരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ട് ഇതിന് ഇത്രമാത്രം കടന്നിങ്ങനെ ചൊറിയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ 2K, 8K, 9K അങ്ങനെയൊക്കെ വേർതിരിച്ച് കാണാതെ ഇവരൊക്കെ ഒരുപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫണ്ണിക്കാണ്. നമ്മുടെ ഇൻസ്റ്റ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആവട്ടെ എന്നുള്ള ഇതാണ്. കാരണം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാലാണല്ലോ പെട്ടെന്ന് വൈറലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത്. അത് ഇത്രമാത്രം എനിക്ക് തന്നെ തിരിച്ചടിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇമാതിരി വൃത്തികെട്ട തോന്നിയാസം ഇതിനും വലിയതായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്കിതിപ്പോൾ ഒന്ന് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. എനിക്കിങ്ങനെ ഒരുപാട് ആളെ മനഃപൂർവ്വം ഇങ്ങനെ ഹേർട്ട് ചെയ്ത് തെറി വിളിക്കണമെന്നൊന്നും ആഗ്രഹമുള്ള ആളല്ല. പക്ഷേ വെള്ളം കയറി ഇങ്ങോട്ട് തലയിലേക്ക് കയറിയിരുന്ന് ഈ മുടി വെട്ടുന്ന സ്വഭാവം കാണിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? അപ്പോൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് അവരെ കളിയാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അവരിങ്ങനെ വീഡിയോ ചെയ്ത് കയറി പോയിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ ഉണച്ചു കുത്തിയിരിക്കുകയുണ്ടാവുള്ളൂ. അത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം ഒരു പണി തൊഴിലും ഇല്ലാത്തവരാണല്ലോ ഇമാതിരി വൃത്തികെട്ട കമൻറ്റ് വന്ന് ചെയ്യുന്നത്. എന്നാൽ സപ്പോർട്ട് ചെയ്യണവരോ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നല്ല താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇത് പിന്നെയും വരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. 1000 ലവ് തരുന്നത് ഞാൻ. പിന്നെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയുമാണ് എൻ്റെ കൂടെ. അപ്പോൾ ഈ വീഡിയോ ഇൻസ്റ്റയിൽ ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ആ വീഡിയോ പോയി കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോസായി വരാം. അതുവരെയും